എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മുടെ ഹൈടെക് കൂടുകൾ നമ്മുടെ കർഷകരിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. മിതമായ റേറ്റിൽ ഇന്ന് കേരളത്തിൽ വെച്ച് കിട്ടാവുന്നതിലും ഏറ്റവും നമുക്ക് വില കുറച്ച് എന്ന് തന്നെ പറയാം. ഇന്ന് കേരളത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള കൂട് ഇപ്പം നമ്മുടെ കർഷകർക്ക് വേണ്ടി വിതരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ വിളിച്ച കർഷകർ 100 കൂട് തൊട്ട് 1000 കോഴിയുടെ കൂട് വരെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വർക്ക് തിരുവനന്തപുരം സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊല്ലം ഭാഗങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ കോട്ടയം മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വർക്കുണ്ട്. ആ ഭാഗത്തോട്ടൊക്കെ ഒരു 10 ദിവസം 20 ദിവസത്തിനകം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലുമൊക്കെ ഇനിയും കൂട് വേണം എന്നുണ്ടെങ്കിൽ മാന്യമായ റേറ്റിൽ, കർഷകരെ കൊള്ളയടിക്കാത്ത റേറ്റിൽ കൂട് വേണം, ഹൈടെക് കൂട് 270 GSM ടാറ്റയുടെ ഒറിജിനൽ കൂട് വേണം എന്നുണ്ടെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശകലം ടൈം എടുക്കും. കാര്യം നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ പോയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ജോലിക്കാരെ വിട്ട് ചെയ്യിക്കത്തില്ല. നമ്മൾ തന്നെ നേരിട്ട് വന്ന്, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നേരിട്ട് വന്ന് നിങ്ങളുടെ കൂടിൻ്റെ ഡിസൈനും കാര്യങ്ങളും എങ്ങനെ ചെയ്തേക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഷേപ്പിൽ കൂടുകൾ വേണം എന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി ഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിയുടെ വേസ്റ്റ് എങ്ങനെ നീക്കം ചെയ്യണം, ആ രീതിക്കുമാണ് നമ്മൾ കൂടുകൾ ചെയ്യുന്നത്. ഇപ്പം ചില ആൾക്കാർ ആദ്യമായിട്ട് തുടങ്ങുന്ന ചില ആൾക്കാർക്ക് കൂട് ചെയ്യുന്നതിനെ പറ്റി അവർ വീഡിയോയിൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എം ഷേപ്പ് കൂടും മറ്റു കൂടുകളൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലത്തും നിങ്ങളുടെ ഷെഡിൻ്റെ ആയ ഒരു സ്പേസിലും ചിലപ്പോൾ എം ഷേപ്പ് കൂടുകൾ പറ്റാതെ വരും. കാര്യം അതിൻ്റെ കാഷ്ടം റിമൂവ് ചെയ്യാനും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കമ്പോസ്റ്റ് കുഴിയിലും നമ്മൾ കൂടുകൾ ചെയ്യുന്നുണ്ട്. കമ്പോസ്റ്റ് കുഴിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. കമ്പോസ്റ്റ് കുഴി അത്ര സക്സസ് എന്ന് പറയാൻ പറ്റുകയില്ല. അത് കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ്. അത് ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യമായിട്ടുള്ള ഒരാൾ കമ്പോസ്റ്റ് കുഴിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, EM സൊല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്. അപ്പം അതിൻ്റെ ഉദാഹരണം ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ചെയ്ത് ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നത്. നമ്മൾ പഠിക്കാതെ മാത്രമല്ല, നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ച് ഇതിനെപ്പറ്റി ഒരു 90% പഠിച്ച്, 100% പറയാൻ പറ്റത്തില്ല ആർക്കും. 90% പഠിച്ച് ഇതിൻ്റെ സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്, വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. നന്ദി, നമസ്കാരം.